നെഹമ്യ അധ്യായം 4. ദൈവമേ, നിന്റെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കൊള്ളുകളെ പ്രകാശിപ്പിക്കണമേ. ആമേ. ഞങ്ങളുടെ കോട്ടപണിയെപ്പറ്റി സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ ആദിയും കോപവും നിറഞ്ഞ യഹൂദന്മാരെ അപഹസിച്ചു. ഈ യഹൂദർ എന്താണ് ചെയ്യുവാൻ ഉദ്യമിക്കുന്നത്? ഒറ്റ ദിനം കൊണ്ട് പണി തീർക്കുമോ? യാഗം കഴിക്കുമോ? എരിഞ്ഞടങ്ങിക്കിടക്കുന്ന ചവറ്റുകൂനകളിൽ നിന്ന് അവർ കല്ല് ഉണ്ടാക്കുമോ എന്ന് സ്വസഹോദരരും ശമരിയൻ സൈന്യവും കേൾക്കെ പറഞ്ഞു. അവൻ്റെ അടുത്തു നിന്ന അമ്മോന്യനായ തോബിയ അവൻ എത്ര പണിതാലും ഒരു കുറുക്കൻ പോലും കയറിയാൽ അവരുടെ കോട്ട ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ. ഞങ്ങൾ അപമാനിതരായിരിക്കുന്നു. അവരുടെ നിന്ന് അവരുടെ സ്വന്തം തലയിലേക്ക് തിരിക്കണമേ. അന്യനാട്ടിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പണിയുന്നവർക്കെതിരായി അവർ നിന്നെ കോപിപ്പിച്ചിരിക്കുകയാൽ അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുകയും അരുതേ. അങ്ങനെ ഞങ്ങൾ കോട്ട പണിത് വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നതിനാൽ കോട്ട മുഴുവൻ പാതി ഉയരം വരെ പണിയുവാൻ ജനം നിശ്ചയിച്ചു. യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റ തീർന്നു വരുന്നു എന്നും ഇടിഞ്ഞു കിടന്നവ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയായും അരേബ്യരും അമ്മോന്യരും അസ്ത്യോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപമായി. യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യുവാനോ അവിടെ കലഹമുണ്ടാക്കുവാനോ അവർ ഒന്നിച്ചുകൂടി ഗൂഢാലോചന നടത്തി. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ നിയമിച്ചു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ യഹൂദന്മാർ, കല്ലും മണ്ണും ഇനിയും വളരെയുണ്ട്, കോട്ട പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കളോ, നാം അവരുടെ ഇടയിലെത്തി അവരെ കൊന്ന് പണിമുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പലയിടത്തു നിന്നും വന്ന്, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവിൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് കോട്ടയുടെ പിൻഭാഗത്ത് ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ആളുകളെ നിയമിച്ച് ജനത്തെ കുടുംബമായ വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ എഴുന്നേറ്റ് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരങ്ങൾക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിവ് കിട്ടിയെന്നും ദൈവം അവരുടെ ആലോചന നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ടു. ഞങ്ങളെല്ലാവരും കോട്ടയിൽ അവനവൻ്റെ ജോലിക്ക് മടങ്ങിച്ചെന്നു. അന്നു മുതൽ എൻ്റെ വൃത്യരിൽ പാതിപ്പേർ വേലയ്ക്ക് നിന്നു. പാതിപ്പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. കോട്ട പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പിന്നിൽ ശുശ്രൂഷകർ നിന്നു. ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈയിൽ ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ടാണ് പണിതത്. കാഹളം ഊതുന്നവൻ എൻ്റെ പിന്നിൽ തന്നെ നിന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനങ്ങളോടും, ജോലി വലിയതും വിപുലമായതുമാകുന്നു. നാം കോട്ടയിൽ ചിതറി അകന്നാണ് നിൽക്കുന്നത്. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ കൂടണം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതിപ്പേർ രാവിലെ മുതൽ നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ചു നിന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ ജോലി ചെയ്യുന്നതിനുമായി ഓരോരുവൻ
താൻ്റെ വേലക്കാരനുമായി യെരൂശലേമിനകത്ത് പാർക്കണം എന്ന് പറഞ്ഞു. ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ഭൃത്യന്മാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും 1 മാസത്തോളം വസ്ത്രം മാറിയില്ല. കുളിക്കുന്ന സമയത്ത് പോലും ആയുധം ധരിച്ചിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.